അപ്പം തണുപ്പായതുകൊണ്ട് ഹലോ നമുക്ക് ഈ ചൂടത്ത് തണുത്ത എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് ഷാർജ ഉണ്ടാക്കാം. അങ്ങനെ ഇവിടെ എല്ലാവരും കിടന്ന് ഉറക്കുക. അപ്പം നമുക്ക് പാല് മേടിക്കാൻ കടയിൽപ്പെടാം. ഇവിടെ എല്ലാവരും ഉറക്കുക. നടക്കുന്നത് ഫോണിന് കിടന്ന് വീഡിയോ ഷേക്കാകുന്നു. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ, കളരിക്കൽ മൂർത്തി ദേവി ക്ഷേത്രം. ഇപ്പം അമ്പലം പൊളിച്ചു. അമ്പലം ഇപ്പം ബാലാലയത്തിലായിരിക്കുന്നത്. അമ്പലം പണി നടക്കുകയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ കുട്ടിക്കടയാട്ടോ, എണ്ണയും തിരിയൊക്കെ വിൽക്കുന്നത്. ആദ്യമായിട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ പരിമിതികളും ഈ വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. നല്ല മുട്ടൻ വെയിലത്താണ് ഞാൻ പോയത്. എന്തൊരു ചൂടല്ലേ, എൻ്റെ ദൈവമേ, ഒട്ടും സഹിക്കാൻ വയ്യ. രാവിലെ എന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, രാത്രിയിലെന്നില്ല, എത്ര നേരം കുളിക്കുന്നറിയോ. ഞങ്ങളുടെ വീട് സാധനം മേടിച്ചു, നടക്കുന്നു, വിശക്കുന്നു. അമ്പലത്തിൻ്റെ വായനയുടെ ഭയങ്കര നോയ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് പകുതി എങ്ങാണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത്. അതാണ് കേട്ടോ ചൂടാന്നൊക്കെ പറയുന്നത്. നമുക്ക് പാല് കുറച്ച് കട്ടിയാണ്. ഓക്കെ, മറ്റേ 10 രൂപയുടെ നബാട്ടിയില്ലേ, ഇതാർക്കൊക്കെ ഇഷ്ടം? രണ്ടോറ് പാല് വെച്ചുണ്ടാക്കുന്നു. അപ്പോൾ ഒരുപാട് പാലെടുത്ത് താഴെ ഇടണം. പാലിന് തണുക്കണം. നമുക്ക് പാല് തണുക്കുമ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കാം. മാഗി ഇതേ റെഡി ആവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തുവാ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ പുത്രി ഉണർന്നു. തനുമ, ഞാൻ വന്നപ്പം എൻ്റെ പുത്രി ഇവിടെ ഉണർന്നിരിപ്പുണ്ട്. ചൂടുണ്ട്. പാവന്റെ തനുമ്മ എന്നെ നോക്കിയിരിക്കും. അച്ചടാ, നമ്മൾ പാലും പഴവും ബൂസ്റ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കാഷ്യൂ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനത് മേടിച്ചില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാം. ഞാൻ പിന്നെ ധനീതിക്ക് കൊടുത്തപ്പോൾ അവൾ എന്നെ വീഡിയോ എടുക്കുന്നതിന് ചീത്ത വിളിച്ചു. ടേസ്റ്റ് ചെയ്യാം. തണുപ്പ് പക്ഷെ കുറച്ച് കുറവാണ്. കുഴപ്പമില്ല, കൊള്ളാം. നമുക്ക് അച്ചായ്ക്ക് കൊണ്ട് കൊടുക്കാം. ഞങ്ങളുടെ ഡാഡിക്കുള്ളിൽ ഞങ്ങൾ എന്തുണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ കൊണ്ട് കാണിക്കും. അച്ചാച്ചിക്ക് ഇപ്പോൾ പണിയില്ലെങ്കിൽ കൂടി വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലാണ്. വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും എന്തേലും അലുക്കുലത്തെ പണിയിലായിരിക്കും. ഇതിപ്പോൾ ദേ വിറകെടുത്ത് വെക്കുക. ഞങ്ങളങ്ങനെ ഷാർജയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇവിടെ ഒരാൾക്ക് കൊടുക്കാത്തതിനുള്ള പ്രതിഷേധമാണ്. അച്ചാച്ചി ഞാനും കൊച്ചാളും കുടിച്ചു. അമ്മച്ചിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു. ചെറിയൊരു തണുപ്പ് കുറവുണ്ടായിരുന്നു. പിന്നെ ഈ ചൂടത്ത് തണുത്തത് എന്ത് കിട്ടിയാലും നമ്മൾ കുടിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.